ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ ചക്രകളും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളൊക്കെ വിചാരിക്കും ഇത് എന്ത് വേഷത്തിലൊക്കെയാണ് വന്നേക്കുന്നതെന്ന്. ഞാൻ രാവിലെ അടുക്കളയിലാണ് പാചകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാറില്ലേ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇന്ന് 2 പേർക്കും കൂടെ ഞാൻ ആഹാരം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെയാണ് ചോറാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചോറിന് എന്തൊക്കെ കറികളാണ് വയ്ക്കുന്നത് കൊണ്ടുപോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പോകുന്നോളൂ. രാവിലത്തെ ഞങ്ങളുടെ ഭക്ഷണമാണ് ദോശയും ദോശയുടെ കൂടെ ഉള്ളിക്കറിയുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ദോശയും ഉള്ളിക്കറിയും ഞങ്ങൾക്ക് രാവിലത്തെ ഭക്ഷണമാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചോറിൻ്റെ കൂടെയുള്ള കറികളെന്ന് പറയുന്നത് നെത്തോലി മീൻ വറുത്തത്, നെത്തോലി മീൻ കറി വെച്ചത്, നെല്ലിക്ക അച്ചാർ, ഇതിൻ്റെ ഒപ്പം കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചോറ് പൊതിയുന്നതിൽ കാണിക്കുന്നുണ്ട്. ഇത് വാഴയില വാട്ടിയെടുക്കുകയാണ്. വാഴയില ഇങ്ങനെ വാട്ടിയെടുത്തില്ലെങ്കിൽ നമുക്ക് ചോറ് പൊതിയുമ്പോൾ അത് ഇല ഇങ്ങനെ പൊട്ടിപ്പോകും. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ വാട്ടി എടുക്കുന്നത്. അതിൻ്റെ ആ നടുക്ക് തണ്ടിൻ്റെ ഭാഗമൊക്കെ ഇല്ലേ, അവിടെയൊക്കെ നല്ലവണ്ണം വാട്ടിയെടുക്കണം. എങ്കിലത് പൊതിയാനായിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചോറിൻ്റെ കൂടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും വെച്ചിട്ടുണ്ട്, നെല്ലിക്ക അച്ചാർ, നെത്തോലി മീൻ ഫ്രൈ ചെയ്തത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കണം. ഈ ചോറെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി പിടിച്ചാലേ അത് പൊതിഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ആ പേപ്പറിൽ വെച്ച് അപ്പോൾ തന്നെ അതുപോലെ അങ്ങ് പൊതിഞ്ഞെടുക്കണം. നല്ല ഒതുക്കി പിടിച്ച് പൊതിഞ്ഞെടുക്കണം. ഞാൻ എൻ്റെ 2 കൂട്ടുകാരികൾക്കും കൂടെ ചോറ് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊതിഞ്ഞെടുത്തത്. ഇനി അടുത്ത് രണ്ടാമത്തെ പൊതിഞ്ഞെടുക്കാൻ പോവാണ്. ചോറ്, ചോറിൻ്റെ കൂടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി, ഞാൻ പറഞ്ഞില്ലേ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു. നെത്തോലി മീൻ ഫ്രൈ ചെയ്തത്, നെല്ലിക്ക അച്ചാർ, അതും അതുപോലെ ഇങ്ങനെ ചോറ് ഇലയോടുകൂടി ഒതുക്കി പിടിച്ച് ഇതുപോലെ മടക്കി പൊതിഞ്ഞെടുക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചോറ് കെട്ടി ഇങ്ങനെ പൊതിഞ്ഞ് വയ്ക്കാനൊക്കെ. നമ്മുടെ കൂടെ ഉള്ളവരാരെങ്കിലും ചോറ് കൊണ്ടുവരുന്നില്ല എന്ന് പറയണമെങ്കിൽ എനിക്ക് ചോറെടുക്കുന്ന കൂട്ടത്തിൽ 1-2 പൊതിയും കൂടെ കൊണ്ടുപോകാറുണ്ട്. ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. എനിക്ക് കുറച്ച് ചോറേ ഞാൻ കഴിക്കുകയുള്ളൂ. അപ്പോൾ അത്രേ എടുത്തിട്ടുള്ളൂ.
കോവയ്ക്ക് മെഴുക്ക് പുരട്ടി, നെത്തോലി മീൻ ഫ്രൈ ചെയ്തത്, നെല്ലിക്ക അച്ചാർ. എല്ലാവർക്കും ഒരേപോലെയാണ് കറികളൊക്കെ വെച്ച് ചോറ് കിട്ടിയത്. അപ്പോൾ അതും നന്നായിട്ട് ഇതുപോലെ ഒതുക്കി പിടിച്ച് പൊതിഞ്ഞെടുക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചോറ് കിട്ടുന്നത് ഇലയിൽ കിട്ടുന്നതാണ് നല്ലത്. അതിൻ്റെ ഒരു മണവും രുചിയും, പിന്നെ നമുക്ക് ഈ ഇലയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വരാമല്ലോ, പാത്രമാകുമ്പോൾ കൊണ്ട് നടക്കണം. അങ്ങനെ ഞാനത് 3 പൊതി പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നെത്തോലി മീൻ കറി വെച്ചതാണേ. ഇത് ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇത് എൻ്റെ ഭർത്താവ്, ഞാൻ പറഞ്ഞില്ലേ സുഖമില്ലാതിരിക്കുന്നു, അദ്ദേഹത്തിനും ഉച്ചയ്ക്കുള്ള ചോറ് ഞാൻ എടുത്തു വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കമ്പനിയിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്, ബസ്സിലിരിക്കുകയാണേ. ഞാൻ കയറി ബസ്സിൽ ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരു ആളാണ് കണ്ടക്ടറെ. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു, പിന്നെ ഇതിന് മുമ്പ് വീഡിയോ എടുത്തത് എന്താ, അത് യൂട്യൂബിൽ വന്നില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ വേറൊരു ദിവസം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതെന്തോ ഒരു ഇതിൽ അത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കമ്പനിയിലെത്തി. നല്ല നിറഞ്ഞിരിക്കുന്ന ഹാളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ഏറ്റവും ബാക്കിൽ ഇരിക്കുകയും മുഴുവനും വനിതകൾ നിറഞ്ഞിരിക്കുന്ന രീതിയിലേക്ക് തന്നെ ഇത് മാറണമെങ്കിൽ നമ്മൾ അതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെറിയ കാര്യങ്ങളാണ് ചെയ്യണം. വേറെ ഒന്നുമില്ല, എല്ലാവരെയും അതിനകത്ത് വിളിക്കുക. നിർബന്ധമായും വനിതാ BOP ആണ്, നമുക്ക് മോശമാണ്. അതുകൊണ്ട് നിങ്ങൾ വന്നേ പറ്റുള്ളൂ എന്ന് പറയണം. അപ്പോൾ വരുന്ന പറയുമ്പോൾ എല്ലാവരും ഇതിനകത്ത് ഇത് വരുമ്പോൾ നമ്മുടെ ഹാള് നിറഞ്ഞിട്ട് വനിതാ BOP നല്ല സക്സസ് ആയി എന്നൊക്കെ പോകും. അങ്ങനെയാണ് എല്ലാവരും വിജയിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ വനിതാ BOP എന്ന് പറഞ്ഞാൽ എല്ലാ വനിതകളും വരില്ല. ഇപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന തിരക്കിലാണേ. യൂട്യൂബിലിടാനായിട്ട് എടുക്കേ. ഞാൻ വന്ന് എത്തി നോക്കുന്നു, ഭക്ഷണം കിട്ടുന്നില്ല. എടുത്തോ. ഊണ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു. ഞാൻ തിരികെ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ, ബസ്സിലാണേ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ടാറ്റാ, ബൈ ബൈ.